വിശുദ്ധകാലത്തിൻ്റെ തുടക്കമായ ദിനങ്ങളിലാണ് നമ്മളിപ്പോൾ. ഓശാന പെരുന്നാളിന് ശേഷം വരുന്ന സന്ധ്യ മുതൽ ഉയർപ്പ് പെരുന്നാൾ വരെ നമ്മൾ വിശുദ്ധ വാരം, ഹോളി വീക്ക് എന്ന ഇംഗ്ലീഷിലും കഷ്ടാനുഭവ ആഴ്ച എന്ന് പൊതുവെ മലയാളത്തിലും നമ്മൾ പറയുന്നു. ഈ സന്ദർഭത്തിൽ ആമുഖമായി നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ടത് ഈ ആഴ്ചയിലെ പ്രാർത്ഥനകളും നമസ്കാരങ്ങളും എല്ലാം ക്രൂശിനെ നോക്കിക്കൊണ്ടുള്ളതാണ്. ക്രൂശിൽ കേന്ദ്രീകൃതമായ പ്രാർത്ഥനകളാണ്. ക്രൂശിൽ കേന്ദ്രീകൃതമായി ക്രൂശിനെ നോക്കിക്കൊണ്ട് നമ്മൾ നമ്മളുടെ ജീവിതത്തെ ക്രമീകരിക്കണം എന്ന ദൂതാണ് ഈ ആഴ്ചയിലെ മുഖ്യമായ സന്ദേശം. നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരും, മദ്ബഹായുടെ തിരശ്ശീല ഇട്ട് മദ്ബഹായെ മറച്ചിരിക്കുന്നു. ഒത്ത നടുവിൽ ക്രൂശ് ഉയർത്തി നാട്ടിയിരിക്കുന്നു. ആ ക്രൂശിനെ നോക്കുവാൻ സഭ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ക്രൂശിൽ കേന്ദ്രീകൃതമായ പ്രാർത്ഥന, ക്രൂശിൽ കേന്ദ്രീകൃതമായ ജീവിതത്തിൻ്റെ പ്രകാശനമാണ്. Our life should be cross-centered. Our life should be cross-centered. What does it mean? It means that our life should be Christ-centered. ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിൻ്റെ പ്രകാശനം എന്ന നിലയിലാണ് ക്രൂശിൽ കേന്ദ്രീകൃതമായ ജീവിതം എന്ന് നമ്മൾ വ്യവഹരിക്കുന്നത്. ഇതിന് പ്രായോഗികമായ ധാരാളം ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും. ഈ അവസരം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുകയാണ്. വിശുദ്ധ ത്രോണോസിൽ ഇരുന്ന ക്രൂശെടുത്ത് നോമ്പിൻ്റെ മധ്യേ നമ്മൾ ദേവാലയത്തിൻ്റെ നടുവിലായി അത് പ്രതിഷ്ഠിച്ചുകൊണ്ട് സഭ നമ്മളോട് ആവശ്യപ്പെടുകയാണ്, ക്രൂശിന് ചുറ്റും നമ്മൾ ഒരു ജീവിതം, ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുകയാണ്. ക്രൂശിനെ നോക്കിക്കൊണ്ടു ക്രൂശിന് ചുറ്റുമായി നമ്മൾ ഒരു ജീവിതം പരുവപ്പെടുത്തിയെടുക്കുവാൻ ശ്രമിക്കുന്നു. Christ is set, cross is set at the middle of the church, and then we think that our life should be arranged in such a way that we make a community around the cross. ആ ഒരു അഫർമേഷൻ ഊന്നൽ മാറ്റിക്കൊണ്ട് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിക്കൊണ്ട് ക്രൂശിനെ നമ്മളുടെ മദ്ബഹായുടെ ഒത്ത നടുവിൽ വെച്ച് തിരശ്ശീലയിട്ടിട്ട് ത്രോണോസ് നോക്കുന്നില്ല. മദ്ബഹായിലേക്ക് നമ്മളുടെ ശ്രദ്ധ പോകുന്നില്ല. അതിൻ്റെ വിവിധമായ അലങ്കാരങ്ങളും ആകർഷണങ്ങളും നമ്മൾ ഒരാഴ്ചത്തേക്ക് മാറ്റിവെച്ചിട്ട് ക്രൂശ് അവിടെ വെച്ചതിന് ശേഷം we look up to the cross. Our eyes are set on the cross. നമ്മളുടെ കണ്ണുകൾ ക്രൂശിൽ മാത്രമായി പതിപ്പിക്കുകയാണ്. ഒന്നാമത്തത്, ക്രൂശിന് ചുറ്റും നമ്മൾ
ഒരു ജീവിതം സംബന്ധിച്ചുള്ള സങ്കല്പമാണെങ്കിൽ, രണ്ടാമത് ക്രൂശിലേക്ക് ഉയർന്ന് നമ്മളുടെ കണ്ണുകൾ അയക്കണം. ആ ക്രൂശിനെ നോക്കി ചില പാഠങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴാണ് ക്രൂശിന് ചുറ്റുമുള്ള ഒരു ജീവിതത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതുന്ന ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ പ്രത്യേകമായി കുറിച്ചു വയ്ക്കുന്നു. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം. നിങ്ങളുടെ മലയാളമോ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ബൈബിൾ വിത്ത് യു? നോ, യു ഹാവ് ബോട്ട് യുവർ ഇംഗ്ലീഷ് ബൈബിൾ, ബ്രോട്ട് ഇംഗ്ലീഷ് ബൈബിൾ? നോ. ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുടെ കൂടെ ഇംഗ്ലീഷും കൂടെ ചേർത്ത് പറയുന്നത്. ബിക്കോസ് ഐ സീ സം ഓഫ് ദി കിഡ്സ് ഹിയർ, അതുകൊണ്ടും കൂടെയാണ്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യം. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ആസ് ഫോർ മീ, ലെറ്റ് മീ നോട്ട് ബോസ്റ്റ് ഓഫ് എനിത്തിങ് ബട്ട് ദ ക്രോസ്. അതിന് കാരണം എന്താ? അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അവനാൽ ലോകം എനിക്കും, the world does not make any meaning in my life, and myself does not make any sense to the world. ലോകം എനിക്ക് ആകർഷണീയമായി അനുഭവപ്പെടുന്നില്ല. ഞാൻ ലോകത്തിനും അങ്ങനെ തന്നെ എന്നാണ്. എനിക്ക് എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കാൻ ഇടവരരുത്. Let me not boast of anything but the cross of the Lord Jesus. ഈ ഒരു affirmation is over and over is conveyed to the people of God, to the church, members of the church. ഇത് നമ്മൾ പ്രത്യേകമായി പഠിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് എന്തിലാണ് ക്രൂശിന്റെ അർത്ഥം എന്താണ്? ക്രൂശ് എന്താണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിച്ച്? എനിക്കോ എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിനല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് നോക്കുമ്പോൾ അവൻ കൈകൾ വിരിച്ച് നിവർന്ന് നിന്നുകൊണ്ട് ആണിപ്പഴുതുകളാൽ ക്രൂശിക്കപ്പെട്ട് നമുക്ക് വേണ്ടി യാഗമായി സ്വയം ഹോമിച്ച് സ്വയം വെറുമയാക്കി തീർത്തത് നമ്മളോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് നോക്കുമ്പോൾ ഒരു വാചകത്തിൽ നമുക്കതിനെ സംക്ഷേപിച്ച് പറയുന്ന പക്ഷം പരമമായ പരിത്യാഗത്തിൽ മുതിർന്ന സ്നേഹം, അതാണ് ക്രൂശിന്റെ പൊരുൾ എന്ന് പറയുന്നത്. The meaning of the cross is the sacrifice based on the love, absolute love for the humanity, for me, for each and every one of us. യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ അർത്ഥം പരിത്യാഗത്തിൽ മുതിർന്ന സ്നേഹം എന്നാണ് ഒറ്റ വാക്കിൽ പറയുന്നത്. നമ്മളുടെ ജീവിതത്തിൽ നാം ഏറ്റെടുക്കുന്ന എല്ലാ കുരിശുകളും, എല്ലാ പ്രയാസങ്ങളും, എല്ലാ ദുഃഖങ്ങളും, അത് മറ്റുള്ളവരുടെ സേവനത്തിനും സ്നേഹത്തിൽ മുതിർന്ന ശുശ്രൂഷയ്ക്കും സേവനത്തിനുമായി
പരിണമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രൂശിൻ്റെ പ്രസക്തി നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഇത് നമ്മൾ പഠിക്കണം, സ്വാംശീകരിക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്ന് സഭ നമ്മളോട് ആവശ്യപ്പെടുന്നു. We need to learn what does it exactly mean in my practical life, the cross, the meaning of the cross. It is absolute love based on renunciation, self-denial, expressed in service to all who are around us, with us, close to us. നമ്മളോട് ചേർന്ന് നിൽക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി എനിക്ക് എന്ത്, എന്നെ തന്നെ ത്യജിച്ചുകൊണ്ട് സ്നേഹത്തിൽ കുതിർന്ന് എനിക്ക് എന്ത് സേവനം ചെയ്യുവാൻ കഴിയും, എന്ത് നന്മ അവരുടെ ജീവിതം ചെയ്തു കൊടുക്കുവാൻ കഴിയും. ഇത് നമ്മൾ ഓരോരുത്തരും ആലോചിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ ക്രൂശിൻ്റെ പ്രസക്തി എന്തെന്ന് പ്രായോഗിക ജീവിതത്തിൽ കാണിക്കുവാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ ജീവിതത്തെ പരുവപ്പെടുത്തണം, പാകപ്പെടുത്തണം എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെ നോക്കിക്കൊണ്ട് സേവനത്തിൽ നമ്മൾ, ശുശ്രൂഷയിൽ നമ്മൾ എങ്ങനെ സ്വയം വെറുമയാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുവാൻ, എന്ത് നന്മ അവരുടെ ഇത് ചെയ്യുവാൻ നമുക്ക് കഴിയും. ലോകത്തിൽ എത്ര ഭാഷകളുണ്ട്? How many languages are there in the world? How many languages are there in India? Hundreds of languages. Either having alphabet or having no alphabets at all. Alphabets ഇല്ലാത്ത ഭാഷ തന്നെ ഇന്ത്യയിൽ ഉണ്ട്. സ്ലാങ്ങുകൾ തന്നെ, ഒരു ഭാഷയ്ക്ക് തന്നെ പല സ്ലാങ്ങുകളുണ്ട്. അതവിടെ നിൽക്കട്ടെ. ലോകത്തിൽ ഒരു ഭാഷയേ ഉള്ളൂ. There is only one and only one language in the world. Precisely, and that is the language of love. The language of love. ഏത് ജീവിത രീതികളിലായിരുന്നാലും, അവസ്ഥകളിലായിരുന്നാലും, അവസ്ഥാന്തരങ്ങളിലായിരുന്നാലും സ്നേഹം ഭാഷയെ അതിജീവിക്കുന്നുണ്ട്. ഭാഷ പൊലിഞ്ഞു പോകുന്ന സ്നേഹത്തിൻ്റെ പ്രകാശനങ്ങളുണ്ട്. ഭാഷ ആവശ്യമേ ഇല്ല. പലപ്പോഴും വി ആർ തിങ്കിങ് അബൌട്ട് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ മീൻസ് ലാംഗ്വേജ്. ത്രൂ ലാംഗ്വേജ് വി കമ്മ്യൂണിക്കേറ്റ് ഈച്ച് അതർ, one another. But communication is effectively made even when there is no communication through language. ഭാഷയില്ലാതെ തന്നെ എത്രയധികം കമ്മ്യൂണിക്കേഷൻസ് ലോകത്തിൽ ഇന്നുണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. അതവിടെ നിൽക്കട്ടെ. നമുക്ക് കൊച്ചു കൊച്ചു ജീവിത സന്ദർഭങ്ങളിലേക്ക് പോകാം. ഇന്ന് സന്ധ്യയ്ക്ക് ക്രൂശിലേക്ക് നോക്കിക്കൊണ്ട് സ്നേഹത്തിൻ്റെ പ്രകാശനങ്ങൾ, the expression of love, what all are there? Numerous expressions of love. And let us look on the cross and think, pick up some of the instances. കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് പെറുക്കിയെടുത്ത് അതേക്കുറിച്ചൊരു അല്പസമയം ചിന്തിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് ദീർഘിക്കാനും പാടുള്ളതല്ല. നിങ്ങൾക്ക് നാളെ പ്രവർത്തി ദിനം കൂടെ ആണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പ്രസിദ്ധ സാഹിത്യകാരനായ സി രാധാകൃഷ്ണൻ, he was traveling on a train from Kerala, from Thrissur
തൃശ്ശൂരിൽ നിന്ന് ബംഗാളിലേക്ക്, കൽക്കത്തയിലേക്ക് അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. ശ്രീ രാധാകൃഷ്ണൻ അദ്ദേഹം എഴുതുന്ന ഒരു കുറിപ്പാണ് അടിസ്ഥാനം, ഒരു ലേഖനത്തിൽ ഒരു കുറിപ്പാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രായമായ അമ്മയുമുണ്ട്. അവരിങ്ങനെ യാത്ര ചെയ്ത് 2 ദിവസത്തെ യാത്ര, 3-ാം ദിവസം ബംഗാളിൽ ചെല്ലുന്നു ട്രെയിനിൽ. ബംഗാളിനോട് അടുത്തപ്പോൾ ഒക്കത്ത് ഒരു കുഞ്ഞിനെയും ഏന്തി carrying a child, a mother entered in the compartment where they were seated. അവരിയ്ക്കുന്ന കമ്പാർട്ട്മെന്റിൽ ഈ ഒക്കത്തൊരു കുഞ്ഞിനെയും ഏന്തിക്കൊണ്ട് അമ്മ വരും. ഒരു ചെറുപ്പക്കാരിയായ അമ്മ. അവർ വന്ന് രാധാകൃഷ്ണനും അമ്മയും ഇരിക്കുന്ന ആ ബെഞ്ചിന്റെ നേരെ ഓപ്പോസിറ്റ് ഇരിപ്പായി. ആ കുഞ്ഞ് മുഖം നോക്കുമ്പോൾ നല്ല ചന്തമുള്ള, കുസൃതിയുള്ള, അതേസമയം തന്നെ ഉന്മേഷവാനായ ഒരു കുഞ്ഞിൻ്റെ മുഖം. അപ്പോൾ തീർച്ചയായിട്ടും പ്രായമുള്ള അമ്മയ്ക്ക് അത് സന്തോഷമായി. 2 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇച്ചിരി ബോറായി. ആ കുഞ്ഞിനെ കണ്ടപ്പോൾ ആ മുഖത്തെ ഐശ്വര്യവും കുസൃതിയും ഒക്കെ കണ്ടപ്പോൾ അമ്മ ഒരല്പം, രാധാകൃഷ്ണൻ്റെ അമ്മ, പ്രായമുള്ള അമ്മയ്ക്ക് ഒരു ചുണ. അപ്പോൾ ഇങ്ങനെ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷേ ആ കുഞ്ഞിൻ്റെ അമ്മയുടെ കരങ്ങളിലാണ് ആ കുഞ്ഞ്. പക്ഷെ അമ്മയ്ക്ക് ആകെപ്പാടെ അറിയാവുന്നത് ഇംഗ്ലീഷും ഹിന്ദിയും ഒന്നും അറിയാൻ പാടില്ല. അമ്മയ്ക്ക് ആകെപ്പാടെ അറിയാവുന്നത് വടക്കൻ കേരളത്തിലെ മലയാളം. രാധാകൃഷ്ണൻ്റെ അമ്മയ്ക്ക്. ഈ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ഗ്രാമീണ ബംഗാളിയും. അപ്പോൾ എന്തെങ്കിലും ഒന്ന് മിണ്ടിയാൽ കൊള്ളാം, പക്ഷെ എങ്ങനെ മിണ്ടാന്? പക്ഷെ കുറച്ച് കഴിഞ്ഞു അവർ യാത്ര ചെയ്ത് കുറച്ചങ്ങോട്ട് മുമ്പോട്ട് പോയപ്പോൾ ഈ കുഞ്ഞിനെ ഏന്തിക്കൊണ്ടു പോകുന്ന അമ്മ അവരെവിടെ പോവുക, എന്തിനു പോവുക, ഈ കയ്യിലിരിക്കുന്ന കുഞ്ഞ് എങ്ങനെയാ എന്നുള്ളതൊക്കെ ഗ്രാമീണ ബംഗാളി മാത്രം അറിയാവുന്ന പ്രായക്കുറവുള്ള യുവതിയായ അമ്മയിൽ നിന്ന് വടക്കൻ മലയാളം മാത്രം അറിയാവുന്ന രാധാകൃഷ്ണൻ്റെ അമ്മ അത് മുഴുവനും മനസ്സിലാക്കുവാൻ കഴിയുന്നുവെന്നാണ് രാധാകൃഷ്ണൻ കുറിച്ചു വയ്ക്കുന്നത്. ചുരുക്കത്തിൽ ഈ കുഞ്ഞ് ഒരു സിദ്ധവൈദ്യനെ കാണിക്കാനായിട്ട് അമ്മ കൊണ്ടുപോവുക. ബംഗാളിൽ തന്നെ കൽക്കട്ടയിൽ ഗ്രാമഭാഗത്തേക്ക് പോവുക. ആ കുഞ്ഞൊന്ന് മിടുക്കൻ, സുന്ദരൻ, സമർത്ഥൻ. പക്ഷേ വല്ലാതൊന്ന് വീണതിൻ്റെ ഫലമായി ഈ അരയ്ക്ക് കീഴെ ജീവനറ്റ അതിന് തുല്യമായി പോയി, പാരലൈസ്ഡായി പോയ പോലെയായി. ഒരുപാട് ഡോക്ടർമാരെ കണ്ടു, അലോപ്പതി ഡോക്ടർമാരെയും ഒക്കെ കണ്ടു. അവരെല്ലാം കൈമലർത്തി. എന്നാൽ ഒരു സിദ്ധവൈദ്യനുണ്ട് ആയുർവേദം, ഒന്ന് കാണിച്ചേക്കാം എന്ന് കരുതി പോവുക. ഈ യുവതിയായ ബംഗാളി സ്ത്രീ അവരുടെ കുഞ്ഞിനെ സംബന്ധിച്ചുള്ള കഥ രാധാകൃഷ്ണന്റെ അമ്മയോട് മലയാളം മാത്രം അറിയാവുന്ന ബംഗാളി, ഗ്രാമീണം ബംഗാളി മാത്രം അറിയാവുന്ന യുവതിയിൽ നിന്ന് അവർക്കെല്ലാം മനസ്സിലായി. ഈശ്വരൻ രക്ഷിക്കട്ടെ എന്ന് കൽക്കട്ടയ്ക്ക് മുമ്പുള്ള സ്റ്റോപ്പിൽ ആ യുവതിയായ അമ്മ ഇറങ്ങുമ്പോൾ രാധാകൃഷ്ണന്റെ അമ്മ പറഞ്ഞു, ഈശ്വരൻ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞത് ബംഗാളി സ്ത്രീക്ക് നന്നായി മനസ്സിലായി. അവരത് ആസ്വദിച്ചു, സന്തോഷിച്ചു എന്നാണ് രാധാകൃഷ്ണൻ എഴുതുന്നത്. എന്താണ് ഈ സ്നേഹം? ആ സ്നേഹത്തിൻ്റെ പ്രകാശനം എങ്ങനെയുണ്ടായി? തീർച്ചയായും ഒക്കത്തി കുഞ്ഞിനെയും കൊണ്ട് പോകുന്ന യുവതിയായ അമ്മയുടെ ഉൾവികാരം എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ അമ്മ ഈ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്? അത് അമ്മയായിട്ടാണ് എന്ന് നമ്മൾ പറയും. മാതൃസ്നേഹം
എന്ന് പറയുന്നത് പരിത്യാഗത്തിൽ കുതിർന്ന സ്നേഹവും ആ സ്നേഹത്തെ പ്രതിയുള്ള പരിചരണവും ശുശ്രൂഷയും അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. പക്ഷെ രാധാകൃഷ്ണന്റെ അമ്മ, ആ യുവതിയായ അമ്മയുടെ വികാരത്തോടും വിചാരത്തോടും ഭാവത്തോടും നിലയോടും പൂർണ്ണമായി ഐക്യപ്പെടുന്നു. അത് മനസ്സിലാകുന്നു. അത് ആ അമ്മയുടെ, പ്രായമുള്ള അമ്മയുടെ വികാരമായി, സ്നേഹമായി തിരിച്ചറിയുന്നു. ഇങ്ങനെയുണ്ട് ഒരു സ്നേഹഭാവം എന്നുള്ളതും നമ്മൾ തിരിച്ചറിയുകയാണ്. രക്തത്തിൽപ്പെട്ട കുഞ്ഞിനെ പരിചരിക്കുന്നത് മാതൃസ്നേഹത്തിൻ്റെ ഉദാത്തമായ പ്രകാശനമാണ്. ഇറ്റ് ഈസ് ദി എക്സ്പ്രഷൻ ഓഫ് ലവ് എവരി മദർ ഹാസ്, മോസ്റ്റ്ലി എവരി മദർ, ഓൾ മദേഴ്സ്. പക്ഷേ രാധാകൃഷ്ണ അമ്മ, ആ യുവതിയായ അമ്മയുടെ വികാരത്തോടും നിലയോടും ഈ പ്രായമുള്ള അമ്മ പൂർണ്ണമായും ലയിച്ച് അവരുടെ വികാരവും വേദനയും മുഴുവനും മനസ്സിലേക്ക് ഒപ്പിയെടുത്ത്, അതുകൊണ്ടാണ് അവിടെ ഇറങ്ങുമ്പോൾ ഈശ്വരൻ കടാക്ഷിക്കട്ടെ, രക്ഷിക്കട്ടെ, സൗഖ്യത്തിൻ്റെ മകന് നൽകട്ടെ എന്ന് പറയുവാൻ കാര്യമായത് എന്ന് പ്രത്യേകം രാധാകൃഷ്ണൻ എഴുതുന്നു. ക്രൂശിലെ സ്നേഹത്തിന് ഇങ്ങനെ ആ വിശ്വാസത്തിലേക്ക് വരാത്ത ആളുകളിൽ പോലും ഇങ്ങനെയുള്ള പ്രകാശനം കാണുവാൻ കഴിയും എന്നല്ലേ അതിനർത്ഥം? തീർച്ചയായിട്ടും അങ്ങനെ ഒരു വികാരം ഉണ്ട്. ഇത് ഭാഷയെ അതിശയിക്കുന്ന സ്നേഹത്തിൻ്റെ ബന്ധമാണ്. സ്നേഹത്തിൻ്റെ പ്രകാശനമായി നാം കാണേണ്ടതാണ്. ഇത്തരം അത്യുദാത്തമായ ഉത്കൃഷ്ടമായ നിമിഷങ്ങൾ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ, നമ്മളുടെ കണ്ണുകൾ ഒന്ന് തുറക്കുമ്പോൾ, പുറം കണ്ണ് മാത്രമല്ല സ്നേഹത്തിൻ്റെ അകക്കണ്ണും കൂടെ തുറക്കുമ്പോൾ നമുക്ക് ക്രൂശിൻ്റെ സ്നേഹം അത് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ആളുകളിൽ നിന്ന് പോലും നമുക്ക് കാണാൻ സാധിക്കും എന്ന് മനസ്സിലാവും. വിദേശത്ത് പഠിക്കുമ്പോൾ ഇവിടെ ഒന്ന് വേണമെങ്കിൽ പലപ്പോഴും എന്ന് വേണം പറയാം. ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, കുടുംബമായി താമസിക്കുന്ന യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, അവിടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉപരിപഠനത്തിന് വേണ്ടി വന്നിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്, പ്രായമുള്ള വിദ്യാർത്ഥികൾ. അവർ വന്നിരിക്കുന്നത് കുടുംബമായാണ്, സ്കോളർഷിപ്പ് വാങ്ങി പഠിക്കാൻ വന്നിരിക്കുന്നത്. അവർ അപ്പാർട്ട്മെൻറ്റ്സിൽ അങ്ങനെ താമസിക്കുന്നു, കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടും. പക്ഷെ വൈകുന്നേരമാകുമ്പോൾ ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഫാമിലി ക്വാർട്ടേഴ്സിൽ ഉള്ള കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളെല്ലാവരും കൂടെ താഴേക്ക് വരും. അവിടെ ഒരു കൊച്ചു മൈതാനിയുണ്ട്. അവിടെ പ്ലേ ഗ്രൗണ്ട്, all the children come down and they play together. ഈ കുഞ്ഞുങ്ങൾക്ക് അവരുടെ മാതൃഭാഷയെ അറിയുള്ളൂ. കൊച്ചു കുഞ്ഞുങ്ങൾ മാതൃഭാഷ, they know only their mother tongue. കുറച്ചുകൂടെ കഴിയുമ്പോൾ അവർ ആ നാട്ടിലെ സ്കൂളുകളിലൊക്കെ പോയി തുടങ്ങുമ്പോൾ, when they go to the schools, they study the language of the country where they are. പക്ഷെ അതുവരെ ഈ കുഞ്ഞുങ്ങൾ ഒത്തുകൂടുന്നു. ഭാഷ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പാടില്ല. പക്ഷെ അത്ഭുതമെന്ന് പറയാം, ഈ കുഞ്ഞുങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കമ്മ്യൂണിക്കേഷൻ നടത്തും. അവർ ഒന്നിച്ച് കളിക്കും, കളിയിൽ അവർ ജയിക്കും, ഒന്നായി കളിക്കും. ഒന്നുകിൽ അവർ ജയിക്കും അല്ലെങ്കിൽ തോൽക്കും. പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൾറെഡി മെയ്ഡ് ബിറ്റ്വീൻ കിഡ്സ്. അതങ്ങനെ സാധിക്കുന്നത്. അതിന് പറയുന്നത് നിഷ്കളങ്കതയുടെ സ്നേഹം എന്ന് നമുക്ക് തന്നെ കൊടുക്കാൻ നോക്കും. എവിടെയാണോ
കളങ്കമില്ലാതെ കാണാനാവുക. അവിടെ സ്നേഹം പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും രുചിച്ചറിയാനും ആ സ്നേഹത്തിൻ്റെ ബന്ധത്തിൽ കൂടി വരാനും സാധിക്കുമെന്നുള്ള പാഠമാണ്. സാധാരണ കാണുന്ന കാര്യമാണ് പറയാൻ. എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങൾ ഇത്ര പെട്ടെന്ന് അവരുടെ ഭാഷ അറിയാൻ പാടില്ലെങ്കിലും അവരുടെ ഹൃദയം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും അതനുസരിച്ച് how can they make a team themselves without knowing a language? You can make a team yourself even without knowing language. ഭാഷ അറിയാതെ തന്നെ നിങ്ങൾക്കൊരു ടീമായി പ്രവർത്തിക്കാനും കളിക്കാനും സാധിക്കും. if you are innocent enough. നിഷ്കളങ്കരാണോ കമ്മ്യൂണിക്കേഷൻ എളുപ്പമാവുകയും ഐക്യം സംജാതമാവുകയും ചെയ്യും. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെ നോക്കി ഇത്തരം പ്രകാശനങ്ങൾ ബുദ്ധി കൊണ്ടല്ല, ജീവിതത്തിൽ സാധാരണയായി നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. ഭാഷയെ അതിജീവിക്കുന്ന സ്നേഹം. ഞാൻ ജീവിച്ചത് ഒരു ഗ്രാമത്തിലാണ്. while I was born in a countryside. Adjacent to the countryside, there was forest area. അവിടെ ഫോറസ്റ്റ് മാത്രമല്ല, റബ്ബർ എസ്റ്റേറ്റ് ഉള്ള ധാരാളം ഏക്കറുകളോളമുള്ള റബ്ബർ എസ്റ്റേറ്റ് ഉള്ള സ്ഥലം. അതിനോട് ചേർന്നൊരു ഗ്രാമത്തിൽ ഞാൻ ജീവിച്ചു. റബ്ബർ എസ്റ്റേറ്റുകളുടെ നടുവിൽ ലയങ്ങളുണ്ട്, ക്വാർട്ടേഴ്സ് ഉണ്ട്. അതിന് മലയാളം സായിപ്പന്മാർ അതിന് മലയാളം കണ്ടെത്തൽ ലയം എന്നാണ്. ഇംഗ്ലീഷുകാരുടെ ഫോറസ്റ്റുകളാണ്, ഫോറസ്റ്റ് അല്ല, ഇംഗ്ലീഷുകാരുടെ റബ്ബർ എസ്റ്റേറ്റുകളാണ്. അതിനകത്ത് ഈ റബ്ബർ ടാപ്പിംഗ് നടത്തുന്ന ആളുകൾക്ക് താമസിക്കാൻ, കുടുംബമായി താമസിക്കാനുള്ള സംവിധാനമാണ് ലയങ്ങളെന്ന് അവരൊരു പേര് പറയും. ക്വാർട്ടേഴ്സ് മലയാളത്തിൽ ലയങ്ങളെന്നാണ് പറയുന്നത്. ഒരു വീട്, അതിനടുത്ത വീട്, അതിനടുത്ത വീട്, ഇങ്ങനെ താമസിക്കുമ്പോൾ ഒരു വീട്ടിൽ താമസിക്കുന്ന ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ, ഒരു ഭിത്തിയേ ഉള്ളൂ. ആ ഭിത്തിയോട് ചേർന്ന് വേറൊരു കുടുംബം താമസിക്കുന്നു. ഉറക്കെ ഒന്ന് ചുണ്ടി പിടിച്ച് ദേഷ്യപ്പെട്ടാൽ അടുത്ത വീട്ടിലാണ് കേൾക്കാൻ പോകും. പക്ഷെ അവര് ഐക്യത്തിൽ, ഓരോ കുടുംബവും അവരുടെ ഐക്യത്തിൽ കഴിയും. അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ ക്വാർട്ടേഴ്സ് എന്നുള്ളത് മനസ്സിലാവും, പക്ഷെ എന്തുകൊണ്ട് ഈ ലയം എന്ന് പേര് കൊടുത്തിരിക്കുന്നു? എന്തുകൊണ്ടാണ് ലയം എന്ന് പേര് കൊടുത്തിരിക്കുന്നത്? ലയം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമോ നിങ്ങൾക്ക്? മലയാളം അറിയാവുന്നവരാണോ? പ്രായമുള്ളവരോട് അത് ചോദിച്ചത്. ലയം എന്ന വാക്കിന് അർത്ഥം എന്തുവാ? ലയിച്ച് ജീവിക്കുന്നു എന്നാണ് അർത്ഥം, യോജിച്ച് ജീവിക്കുന്നു എന്നാണ് അർത്ഥം. ലയം എന്ന് പറഞ്ഞാൽ അവിടെ താമസിക്കാൻ വരുമ്പോൾ തന്നെ അവർക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം ആ വാക്കിലുണ്ട്. എന്താണ് അർത്ഥം? ഭാര്യയും ഭർത്താവും കൂടെ യോജിച്ച് ജീവിച്ചോണം. യോജിച്ച് ജീവിക്കാൻ വയ്യെങ്കിൽ അതിനടുത്ത വീട്ടിലെ ആളുകൾ റബ്ബർ എസ്റ്റേറ്റ് മുതലാളിയോട് പറയും, അത് നോക്കുന്നവരോട് പറയും, ഇയാൾ ഇവിടെ താമസം ശരിയാവില്ല, യു വിൽ ബി ഔട്ട്, പൊക്കോണം എന്നാണ് അർത്ഥം. ഈ വീടിന് വേറൊരു പര്യായമുണ്ട്. അപ്പം ലയം വെറുതെ വന്നതല്ല, വീടിന് വേറൊരു വാക്കും. എന്തുവാ? ആലയം. ദാറ്റ്സ് ഇറ്റ്. ആലയം എന്ന് പറഞ്ഞാൽ എന്തു അർത്ഥം? ലയിച്ച് ജീവിക്കുന്നത് എവിടെയോ അവിടെയാണ്, അതാണ് ആലയം. അപ്പൊ ഈ ദേവാലയമോ ദൈവം വസിക്കുന്നത് കൊണ്ട്. പക്ഷെ ദേവാലയത്തിന് ഇച്ചിരൂടെ ഒരു അർത്ഥമില്ലയോ? എന്തുവാണ് അർത്ഥം? ദൈവത്തോട് ലയിച്ച് നിന്നോളം ഇവിടെ ആരാധനിക്കും.
ദൈവത്തോട് ലയിച്ച് ഒരല്പസമയം സന്തോഷിക്കാനാണ് ദേവാലയത്തിലേക്ക് വരുന്നത്. നമ്മുടെ കമ്മിറ്റികളൊക്കെ നോക്കിയാണ് അത് ശരിയാണോ? ഞാനിവിടെ വന്ന് ഇല്ലാത്തതൊന്നും പറയാതെ എനിക്ക് അറിയാനേ പാടില്ല. സോഹ എന്തുമായിക്കൊള്ളട്ടെ, ഞാൻ എൻ്റെ നാട്ടിലെ കാര്യം പറഞ്ഞേ ഉള്ളൂ. ഈ കാര്യമൊക്കെ ശരിയാണ്, ദേവാലയമാണ്, എല്ലാവരും കൂടെ ഒന്നിച്ച് ലയിച്ച് വേണം ഇവിടെ നിൽക്കാൻ എന്നൊക്കെ പറയും. പക്ഷെ കമ്മിറ്റികൾ പൊതുവൊക്കെ വരുമ്പോഴറിയാം എങ്ങനെയാണ് പോകുന്നത്. അത് പോകട്ടെ, എല്ലാ ഭവനങ്ങളും ലയങ്ങളും അക്കാരണത്താൽ ആലയങ്ങളും അങ്ങനെ ലയിച്ച് ജീവിക്കാൻ ദൈവം വസിക്കുന്ന ഭവനങ്ങളും വീടുകളും ദൈവത്തോട് ലയിച്ചു നിൽക്കുന്ന ഭവനങ്ങളുമാകുമ്പോൾ ആലയം ലയം ആലയവും ആലയം ദേവാലയവും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കുടുംബം എന്ന് പറയുന്നത്, കുടുംബം, ഫാമിലി, what does it mean, family? A family is a place where husband and wife coming from two different homes, circumstances, cultures എന്ന് വേണം പറയാം. ഒരു വീട് ഒരു കൾച്ചറാണ്, വേറൊരു വീട് വേറൊരു കൾച്ചറാണ്, വേറൊരു സെറ്റിംഗാണ്. ഓരോ വീടിനും അതിൻ്റെതായ സെറ്റിങ്സ് ഉണ്ട്, രീതികളുണ്ട്, ഭാവങ്ങളുണ്ട്, ക്രമങ്ങളുണ്ട്. But they come together in love. If so, അങ്ങനെയാണെങ്കിൽ അവർ ഒന്നിച്ചു വന്ന് സ്നേഹത്തിൽ ഒന്നിച്ച് താമസിക്കുമ്പോൾ അവിടെ ലയമുണ്ടാവുകയും ആ ലയം ആലയമായി മാറുകയും അവിടെ ദൈവം ഇറങ്ങി വസിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ദൈവം വസിക്കാൻ അവർ ദൈവത്തെ വിളിച്ച് അവിടെ കൊണ്ടുവരും. അവിടെ യഥാർത്ഥത്തിൽ പുരുഷനുണ്ട്, രണ്ടർത്ഥത്തിലുമുണ്ട്. വേദനകൾ, ഒരാളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, വേദനകൾ, ഭർത്താവിൻ്റെ ഭാര്യയുടെ ആ വേദനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഹിക്കുവാനുള്ള സഹിഷ്ണുതയും ആ വേദനകളുടെ മധ്യേ പരസ്പരം ശുശ്രൂഷിക്കുവാനുള്ള തയ്യാറും അത്ര ആഴമായ സ്നേഹവും വരുമ്പോൾ അത് വെറും ലയവും ആലയവും മാത്രമല്ല, അത് ദേവാലയമായി മാറും. ഇവിടെയാണ് സാധാരണ ജീവിതത്തിൽ പുരുഷന്റെ പ്രമാണം നമ്മൾ അനുഭവിച്ചു തുടങ്ങുന്നത്. ക്രൂശിന്റെ പ്രമാണമാണത്, ക്രൂശിന്റെ പ്രമാണം. ആ പ്രമാണം നാം അറിയാതെ തന്നെ നാം സ്വാംശീകരിച്ച് അങ്ങനെ ദൈവഭവനങ്ങളായി നമ്മൾ മാറ്റുകയാണ്. അപ്പോൾ ലയിച്ച് ജീവിക്കുന്നത് ആലയവും ദേവാലയവുമായി മാറുന്ന സംശയവും. ഹൃദയങ്ങളുടെ ഐക്യം, ഹൃദയങ്ങളുടെ ഐക്യം ഭാഷയെ അതിജീവിക്കുന്ന ഐക്യമാണ്. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ, എൻ്റെ വീട്ടിൽ അത് നിങ്ങൾ വെച്ചോളൂ, എൻ്റെ വീട്, ഞങ്ങൾ 5-6 പേര്. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. രണ്ടുണ്ടെങ്കിൽ, ഒന്നുണ്ടെങ്കിൽ പ്രയാസം, രണ്ടാണെങ്കിൽ പറയുകയും വേണ്ട, ഏതാണ്ട് ഒരു പരുവം. ടെറിബിൾ 2, ടെറിബിൾ 4 എങ്ങനെ ഇരിക്കും? 2 വയസ്സുള്ള ഒരു കുട്ടിയെ ടെറിബിൾ 2 എന്നാ പറയുന്നത്. ടെറിബിൾ 2 ശരിയല്ലോ? ഇവിടെ നിൽക്കുന്നതാണ് അതെടുക്കുന്നു, ഇതെടുക്കുന്നു. അവർ ഒരാളും കൂടെ 1-2 വയസ്സും കൂടെ പെടാപ്പാടല്ലേ. അതുപോട്ടെ, ഒരു ദിവസം ഞങ്ങളുടെ അമ്മ, അപ്പം നിങ്ങൾക്ക് ആർക്കും പണക്കമില്ലല്ലോ, എൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും പണക്കമില്ല, അതുകൊണ്ട് അങ്ങനെ പറയാം.
എൻ്റെ അമ്മ, എൻ്റെ പിതാവ് പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് സിറ്റ് ഔട്ടിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത്താഴം പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഹി വാസ് റീഡിംഗ് ദി ന്യൂസ് പേപ്പർ. കേരളത്തിലെ ഒരു സാധാരണ പതിവ് രീതിയായി. ഇന്നതൊക്കെ മാറിപ്പോയി. ഇന്നത്തെ പത്രം ഇന്നലെ തന്നെ ഈ കൈപ്പെട്ടിയിലൂടെ കിട്ടിക്കഴിഞ്ഞു. കൈപ്പെട്ടി, ഹാൻഡ്സെറ്റ്, ഫോൺ, ടെലിഫോണിലൂടെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. പണ്ടങ്ങനെയല്ല. അപ്പം അങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പം അമ്മ ഒരു പാത്രത്തിൽ ഉച്ചയ്ക്ക് തോരനുണ്ടാക്കുന്ന പയറ് എടുത്ത് അത് കൊണ്ടുവന്ന് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരുന്നു. ചമ്രം പടഞ്ഞ് എൻ്റെ പിതാവിരിക്കുന്ന അതിനടുത്ത് മാറി ചമ്രം പടഞ്ഞ് അവിടെ ഇരുന്നു. ഒരു ശനിയാഴ്ചയാണ്. അപ്പം ഞങ്ങൾ പിള്ളേരെ വീടിന് ചുറ്റും ഇങ്ങനെ ഓടി നടന്ന് കളിച്ചുകൊണ്ട് വരുന്നു. ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരുന്നപ്പം എന്തിനാ ഈ അമ്മ അപ്പനിരിക്കുന്നിടത്ത് അടുത്ത് വന്നിരുന്നത്? എന്തിനായിരിക്കും? എന്തെങ്കിലും പരിപാടി ഒപ്പിക്കാനാ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അമ്മ ഇങ്ങനെ പ്രധാനപ്പെട്ട വീട്ടുകാര്യങ്ങൾ എന്ന് അവർക്ക് തോന്നുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞുകൊണ്ട് ഈ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന അപ്പനെ ചുണ്ടി പിടിച്ചു. ഹോ, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. I don't understand what you say. He said, bored a little bit. And then അമ്മ പറഞ്ഞു, ഞാനെന്തോ മലയാളമല്ലേ പറയുന്നത്? ഞാൻ മലയാളമല്ലേ പറയുന്നത്? എനിക്ക് മനസ്സിലാവാനില്ല. അപ്പോൾ അപ്പൻ മൗനമായി പത്രം വായന തുറന്നുകൊണ്ടിരുന്നു. പക്ഷേ അമ്മ പറഞ്ഞത് വിട്ടിട്ടില്ല. പത്രം വായിക്കുമ്പോഴും മനസ്സിലാക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അപ്പനതിന് മറുപടിയൊക്കെ പറഞ്ഞു. മറുപടി പറഞ്ഞത് ഒട്ടും തന്നെ പിടിക്കാതെ ഈ പാത്രവും എല്ലാം എടുത്ത് അമ്മ അടുക്കളയിലേക്കും പോയി ഏതാണ്ടൊക്കെ പറഞ്ഞു. പ്രതീക്ഷമാണ്. രണ്ടുപേരും വർത്താനമൊക്കെ പ്രതീക്ഷമായി. ഇപ്പം ഞങ്ങളിങ്ങനെ ഈ ഉറക്കം കേൾക്കുമ്പോൾ അപ്പനും അമ്മയും ഉറക്കം സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് കൗതുകമാണ്. കളിച്ചോണ്ട് ഞങ്ങളെല്ലാം എൻ്റെ ചേട്ടൻ കുസൃതിയ അതിന് താഴെയുള്ള ആളിനോട് പറഞ്ഞു, എന്തുവാ ഒരു ശബ്ദം. ഞാൻ പറഞ്ഞു, പെങ്ങൾ പറഞ്ഞു, എനിക്ക് മനസ്സിലാവില്ല. നിനക്കെന്താ മനസ്സിലാവാതിരിക്കാൻ? മലയാളമല്ലയോ അവർ പറയുന്നത്? അപ്പം മലയാളമല്ലയോ? See, what is happening? What is happening? What is the problem? Is it language or the unity of hearts? What's the problem in the home? എന്താ പ്രോബ്ലം? സൗന്ദര്യമില്ലയോ? അവൻ സുന്ദരനല്ലേ? അവളെ സുന്ദരിയല്ലയോ? അവന് ജോലിയില്ലയോ? അവൾക്ക് ജോലിയില്ലയോ? രണ്ടുപേരും ശമ്പളം വാങ്ങിച്ചുകൊണ്ട് വരുന്നില്ലയോ? ഒരാൾക്ക് ജോലി ഇല്ലേലും കുഴപ്പമില്ല, എന്നാലും ജീവിച്ചു പോകാമല്ലോ. എന്താ കുഴപ്പം? നമുക്ക് സാധാരണ ചോദിക്കുന്നു, വാട്ട് ഈസ് മിസ്സിംഗ് അറ്റ് ഹോം? നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, വാട്ട് ഈസ് മിസ്സിംഗ് അറ്റ് ഹോം? The centrality of cross, the centrality of Christ. Very often we miss Christ in our own home. We miss the message of the cross from our home. യേശു ക്രിസ്തുവിനെ നമ്മുടെ ഭവനങ്ങളിൽ നമുക്ക് നഷ്ടപ്പെടുന്ന നിമിഷങ്ങളുണ്ട്. ക്രൂശിൻ്റെ പ്രമാണം നഷ്ടപ്പെടുന്ന നിമിഷങ്ങൾ. ആ പ്രമാണത്തിൽ ജീവിക്കാൻ കരം കോർത്ത് ദൈവസന്നിധിയിൽ പ്രതിജ്ഞാബദ്ധമാകുന്ന ദമ്പതിമാർക്ക് നഷ്ടമായി പോകുന്ന നിമിഷങ്ങൾ കുടുംബങ്ങളിൽ ഉണ്ടാകുന്നു. നമ്മൾ ഈ ആഴ്ച യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് വന്ന്
അതിൻ്റെ അർത്ഥവും അതിൻ്റെ പ്രസക്തിയും സംബന്ധിച്ച് നമ്മൾ ധാരാളം ചിന്തിക്കുകയും പേർത്തും കുമ്പിട്ട് പ്രാർത്ഥിച്ച് ദൈവത്തോട് കരുണ യാചിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രായോഗികമായ വശം അതിനനുസരണമായി അനുരൂപപ്പെടുന്നില്ലെങ്കിൽ, if it is not in conformity with the message of the way, if your practical life, family life is not in conformity with the message of the cross, how can we say together with Paul that, as for me, I boast of the cross of Christ our Lord. യേശു ക്രിസ്തുവിന്റെ ക്രൂശിലാണ് ഞാൻ പ്രശംസിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രായോഗികമായ അർത്ഥം കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വഹിച്ച് പരസ്പരം സ്നേഹിച്ച് ജീവിച്ചു കൊള്ളണം. അതാണ് ജീവിതം. നീ യേശുക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് നോക്കി, യേശുക്രിസ്തുവിലേക്ക് നോക്കിയാണ് നിന്റെ ജീവിതത്തെ പാകപ്പെടുത്താൻ നീ പ്രതിജ്ഞാബദ്ധമാവുന്നതെങ്കിൽ അത് ഈ പീഡാനുഭവത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. നമുക്ക് പരസ്പരം സ്നേഹിക്കുവാൻ ഇങ്ങനെയുള്ള നിമിഷങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ പ്രസക്തമായി വരേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട്. എന്തുകൊണ്ടാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്? ഭാഷയുടെ പ്രശ്നമാണോ? ഒരിക്കലുമല്ലല്ലോ. ഹൃദയങ്ങളുടെ സ്നേഹത്തിൽ കുതിർന്ന് പരിത്യാഗത്തിൽ ആഴമായി വേരൂന്നിയാണ് ആ പ്രമാണം. എങ്ങനെയോ പ്രലോഭനങ്ങളുടെ നടുവിലോ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴോ പ്രാർത്ഥിച്ച് മുഴങ്കാലുകളെ മടക്കി യേശുക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് നോക്കി, യേശുക്രിസ്തുവിലേക്ക് നോക്കി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അത് പൊതുവായ പ്രശ്നങ്ങളാണെന്നും അതിന് പരിഹാരം നമ്മളുടെ ബുദ്ധിയോ നമ്മളുടെ വികാരമോ അല്ല, യേശുക്രിസ്തുവിന്റെ അത്ഭുതമാർന്ന സാന്നിധ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തോട് അതിന് പോംവഴി ചോദിക്കുവാൻ പ്രായോഗിക ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മൾ പരാജയപ്പെടുന്നത് കൊണ്ടല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. നമ്മുടെ കർത്താവ് പറയുന്നു, യു ആർ ദ സോൾട്ട് ഓഫ് ദി എർത്ത്. നീ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറഞ്ഞു. വാട്ട് ഡസ് ഇറ്റ് മീൻ? നീ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നീ ഭൂമിയുടെ ഉപ്പാണെന്ന് പറഞ്ഞാൽ എന്ത് അർത്ഥം? നീ വീട്ടിലെ ഉപ്പാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ, നീ വീട്ടിലെ ഉപ്പാണ് എന്ന് പറഞ്ഞാൽ എന്തു അർത്ഥം? ഉപ്പിന്റെ ജോലി എന്തുവാ? എങ്ങനെ ഈ നിങ്ങൾ കറിക്ക് ഉപ്പുണ്ടോ എന്ന് അറിയുന്നത് എങ്ങനെയാണ് പറയാമോ? ഒരു ശകലമെടുത്ത് കൈയുടെ എന്നിട്ട് എന്ത് ചെയ്യും? അല്ല, അപ്പൊ നിങ്ങൾക്ക് ഉപ്പ് നോക്കാൻ അറിയത്തില്ല. ഞാൻ പഠിപ്പിക്കാൻ അങ്ങനെ ഉപ്പ് നോക്കുന്നു. നാക്കിന്റെ തുമ്പ് വെച്ചാണ് ഉപ്പ് അറിയുന്നത്. ആട്ടെ, ചായക്ക് കാപ്പിക്ക് പരുവത്തിന് മധുരമുണ്ടോ പഞ്ചസാരമുണ്ടോ എന്ന് അറിയുന്നതിന് ഈ നാക്കന്റെ തുമ്പാണോ? കണ്ടോ കണ്ടോ കേട്ടോ? അതാ ഞാൻ പഠിപ്പിക്കാം. അല്ല, നിങ്ങൾ കൈയുടെ വെള്ളയില് ചായയുടെ ഒരു കുറച്ചെടുത്തിട്ട് നാക്കിന്റെ തുമ്പ് കൊണ്ട് മധുരം പാകത്തിനുണ്ടെന്ന് അറിയുമോ? അതിനെന്ത് ചെയ്യും? ഒരു സ്പൂൺ എടുത്ത് ഒരു ശകലം എടുത്തിട്ട് നാക്കിന്റെ നടുക്കോട്ട് ഒഴിക്കും. അപ്പൊ ഈ നാക്കിന്റെ തുമ്പ് കൊണ്ട് ഉപ്പുണ്ടോന്ന് ഉപ്പ് നോക്കുന്നത് നാക്കിന്റെ തുമ്പ് കൊണ്ടും മധുരം നോക്കുന്നത് നാക്കിന്റെ നടുവ് കൊണ്ടും. അതെ, പാകത്തിന് എരി പാകത്തിനാണോ ഇച്ചിരി കൂടുതലാണോ കുറവാണോ എന്നറിയാൻ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യും? പറ. തുമ്പ് കൊണ്ടാണോ നാക്കിന്റെ നടുവ് കൊണ്ടാണോ അറിയുന്നത്? പറ. അല്ല, അത് എടുത്തിട്ട് അണ്ണാക്കിലോട്ടിട്ട് കൊടുക്കണം.
ഇപ്പോഴാണ് മനസ്സിലായല്ലേ? നാക്കിന്റെ തുമ്പ് ഉപ്പിനും നാക്കിന്റെ നടുവ് മധുരത്തിനും അണ്ണാക്ക് അല്ലേ? ഇതാണ് ഞാനത് പറഞ്ഞത്. ഈ നാക്കിന്റെ തുമ്പ് മതി, എന്നാൽ അണ്ണാക്കിലിടുമ്പോൾ ഈ മേലണ്ണാക്കുമായിട്ടൊരു ബന്ധമുണ്ടാവും. അപ്പോഴാണ് മധുരം അറിയുന്നത്. അണ്ണാക്കാവുമ്പോൾ അവിടെ അതിനുള്ള സംവിധാനമുണ്ട്. തമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണെന്ന് നമ്മൾ നോക്കുക. പക്ഷെ അതല്ല നമ്മുടെ വിഷയം. നീ ലോകത്തിൻ്റെ ഉപ്പാണ്. ഞാൻ പറഞ്ഞത് ഒരു കറിക്ക് നമ്മൾ എരി, പുളി അല്ലയോ? എന്തുവാ, മീൻകറി വെച്ചിട്ടില്ലയോ? മീൻകറി വെക്കത്തില്ലയോ? എന്തോ വേണം? എരിയും വേണം, ഉപ്പും വേണം, പുളിയും വേണം. ഈ എരി പുളി, ഈ എരിയും പുളിയും രുചിയായി മാറുന്നത് എങ്ങനെയാ? വിടുന്നില്ല. എരിയും പുളിയും രുചിയായി മാറുന്നത് എങ്ങനെയാ? ഉപ്പുകൊണ്ടാണ്. ഉപ്പ് പാകത്തിന് ഒഴിക്കുമ്പോൾ എരിയും പുളിയും രുചിയായി മാറും. എരി തന്നെയായാൽ ശരിയാവുന്നില്ല, പുളി തന്നെയായാലും ശരിയാവുകയില്ല. എരിയും പുളിയുമില്ലാതെ നല്ല കറി ഉണ്ടാക്കാൻ ഒക്കത്തില്ല. ഈ നല്ല കറി, എരിയും പുളിയുമുള്ള നല്ല കറി ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യും? പാകത്തിനെ ആകാവൂ കേട്ടോ, പാകത്തിനെ ആകാവൂ. പാകത്തിന്. അതിനാണ് ഉപ്പിന് വേറൊരു പേരുണ്ട്. എന്തെന്നറിയാമോ? മിനറലാണ്. മിനറൽ എന്നുള്ളൊരു മലയാളം എന്തുവാ? ലവണം. ഈ ലവണം എന്ന വാക്ക് എങ്ങനെ ഉണ്ടായതാ? ലയിപ്പിക്കുന്നത് ലവണം. അതുകൊണ്ടാണ് ഉപ്പിന് ലവണം. ഈ പരിപാടി ചെയ്യുന്നത് ആരാ? ഒരു വീട്ടിൽ ഈ പരിപാടി ചെയ്യുന്നത് ആരാ? ഈ എരിയും പുളിയും രുചിയായി മാറ്റുന്നത് പ്രധാനമാണ്. ഇപ്പം പിന്നെ ആരാ അത് ചെയ്യുന്നത്? ആരാ? അമ്മയാണ്, ഭാര്യ, പെണ്ണ ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ മാറിപ്പോയി, ഇക്വേഷൻസ് ഒക്കെ മാറിപ്പോയി. പിന്നെ 12 മണിക്കൂർ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ബാക്കി ഞാൻ പറയുന്നില്ല. അതുപോലെ നമ്മുടെ വിഷയം അതല്ല. മൂശാട്ടക്കാരൻ മാപ്പിളയും നിർബന്ധക്കാരൻ മോനും അല്ലെ മോളും രണ്ടിനെ മേയിച്ചുകൊണ്ട് ഒന്നിച്ച് പോകട്ടെ. അവിടെയാണ് ഈ അമ്മയുടെ സൂത്രം, അവിടെയാണ് ഒരു പെണ്ണിൻ്റെ സൂത്രം. മൂശേട്ടക്കാരൻ ഭർത്താവും നിർബന്ധക്കാരൻ മോനെയും മകനെയും കൂടെ ഒന്നിച്ചൊരു പരുവത്തിന് കൊണ്ടുപോകാം. ചിലപ്പോൾ മോളായിരിക്കും. ഇപ്പം മോനും മോളും എന്നൊക്കെ പറഞ്ഞാൽ രണ്ടൊന്നും അല്ല, എല്ലാം ഏകദേശം ഒരു പരുവത്തിലാണ് ഇപ്പം ആയി വന്നിട്ടുള്ളത്. ആടിനെ പിന്നെ എങ്ങനെയും കൊണ്ടുപോകാം. കൊച്ചു പെൺപിള്ളേരെ കൊണ്ടുപോകുന്നത് ഞാനല്ലാതെ പറഞ്ഞിട്ടുണ്ടാവും. ഞാനിവിടെ വന്ന് അതുമൊക്കെ പറഞ്ഞെന്ന് പറയണ്ട. കാലം മാറിപ്പോയി. ഞാൻ പറയുന്നത് അത് ആണോ പെണ്ണോ എന്നുള്ളതല്ല. നമ്മളൊരു സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നു. ആ സംവിധാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മളൊരു സൂത്രപ്പണി ചെയ്യും. സൂത്രധാര എന്നൊക്കെ പറഞ്ഞാൽ എന്തോ അർത്ഥം? സൂത്രം എന്ന് പറഞ്ഞാൽ ചരണം എന്നാണ് അർത്ഥം. ഈ മൂശാട്ടക്കാരൻ അപ്പനെ അവിടുത്തെ അമ്മ കയ്യിൽ ധരിച്ചിരിക്കുന്ന കൈകൊണ്ട് ഒരു ചരട, അവിടെ ഇങ്ങനെ ഒരു ചരടും കൊണ്ട് അപ്പൻ അറിയാതെ ഈ അപ്പനെ ഇണക്കി, നല്ല വാക്കുകൊണ്ടൊക്കെ ഇണക്കി ആ ചരടേക്ക് കൊണ്ടുപോകും. അത് കഴിഞ്ഞതിന് ശേഷം ഈ നിർബന്ധക്കാരൻ മോനെ ആ ചരടിൽ തന്നെ അനുനയിപ്പിച്ച് പോക്കും.
അപ്പോ വീണ്ടും മാപ്പിള അപ്പൻ ദേഷ്യപ്പെടുകയാണെങ്കിൽ ആ ചരട് കൊണ്ടൊരു ഉൾപ്പെടുത്താം. മോനിച്ചിരി മോശമാകുമ്പോൾ എന്ത് ചെയ്യും? ചരട് കൊണ്ട് വേർപ്പെടുത്താം. അതിനായി അമ്മമാരെ സൂത്രധാര എന്ന് വിളിക്കുന്നു. സൂത്രധാര. വീട്ടിലെ സൂത്രധാര ആരാ? ഞാൻ സ്ത്രീകളുടെ കാര്യം മാത്രമല്ല. ആരാണ് സൂത്രധാര? സൂത്രധാര എന്ന് പറഞ്ഞാൽ ചരട് പിടിച്ചുകൊണ്ട് നടക്കുന്നവരെന്നാണ് അർത്ഥം. ചരട് പിടിച്ചുകൊണ്ട് നടക്കുക. പല വിധത്തിലുള്ള ആളുകൾ ഒരു ഘടനയിൽ, ഒരു പള്ളിയിൽ എന്ന് വിചാരിച്ചോളൂ. ഒരു പള്ളിയിൽ പല ടൈപ്പാണ്. അതൊന്നും അപ്പാടെ ഒന്നും മാറ്റാനൊന്നും പറ്റത്തൊന്നുമില്ല. ചവരാണല്ലോ ഇതൊക്കെ ചെയ്യേണ്ടത്, അല്ലെ മദ്രാജന്മാരാണല്ലോ. എന്നിട്ട് തന്നെ വലിയ പാടാ ഈ സൂത്രമൊക്കെ ഉണ്ടെങ്കിൽ. വലിയ സൂത്രക്കാരനാണ്. നമ്മൾ പറയുമല്ലോ സൂത്രക്കാരനാണ്, വലിയ സൂത്രക്കാരനാണ്. അതിൻ്റെ എല്ലാ അർത്ഥം ഈ സൂത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നതാണ്. പക്ഷേ അതിനൊക്കെ അർത്ഥമുണ്ട്. ഒരു വീട്ടിലാണെങ്കിലും അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഒരു ഘടനയിലാണെങ്കിലും ഒരു സൊസൈറ്റിയിലാണെങ്കിലും ഈ സൂത്രധാരത്വം ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് നോക്കി സ്നേഹത്തിൽ നല്ല വാക്കുകൾ ഉപയോഗിച്ച് ലോകത്തിൻ്റെ ഉപ്പായി തീർന്ന് ആ വിവിധ പ്രകൃതക്കാരെ എങ്ങനെ നമുക്ക് യേശുക്രിസ്തുവിൽ ഒരു ചരടിലാക്കിക്കൊണ്ട് ശുശ്രൂഷ നിർവഹിക്കാൻ സാധിക്കും. അത് വൈദികർക്ക് മാത്രമല്ല, ഒരു നല്ല ക്രിസ്ത്യാനിക്ക് അത് സാധിക്കേണ്ടതാണ്. പെണ്ണായാലും ആണായാലും, വീട്ടിലായാലും പള്ളിയിലായാലും, നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവൃത്തി ഇടങ്ങളിലായിരുന്നാലും. അപ്പോഴാണ് എനിക്കോ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലില്ലാത്ത പ്രശംസിക്കാനുണ്ട്. ഒരു നിർബന്ധക്കാരായ കുഞ്ഞുങ്ങൾ ഈ അമ്മയോട് നിർബന്ധക്കാരിയായാലോ ഒഴിഞ്ഞിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഭയങ്കര ഗൗരവവും. നിങ്ങളുടെ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ലപ്പാ, ഉദാഹരണങ്ങൾ പറയുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് സദൃശവാക്യങ്ങളിൽ പറയുന്നുണ്ട്, 31-ാം അധ്യായം 30-ാം വാക്യം, സദൃശവാക്യങ്ങൾ, സദൃശവാക്യങ്ങൾ 31-30. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടെ ലാവണ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുവാ? പുറം കാഴ്ചയിലുള്ള ലാവണ്യത്തെ കുറിച്ചാണ്. ലാവണ്യം വ്യർത്ഥവും സൗന്ദര്യം, ലാവണ്യം വ്യാജവും സൗന്ദര്യം. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് charm is deceptive and beauty fleeting. Charm is deceptive, beauty fleeting, ഓടിപ്പോകും. But one who fears the Lord but a woman who fears the Lord will be praised. ദൈവഭയമുള്ള സ്ത്രീ എപ്പോഴും പ്രശംസിക്കപ്പെടും. ആ സ്ത്രീ എന്നുള്ളത് പുരുഷനായാലും അത് ശരിയാണ്. നമ്മളുടെ സാമർഥ്യവും നമ്മളുടെ ബന്ധുബലവും നമ്മളുടെ ധനവും അതെല്ലാം വളരെ വലിയ പുള്ളിയാണ്. പക്ഷെ ഇതൊക്കെ നിരർത്ഥകമായി പോകും. ദൈവഭയമാണ്. ദൈവമുണ്ട്, ദൈവം വസിക്കുന്നു. യേശുക്രിസ്തു സാന്നിധ്യം എനിക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ്, യേശുക്രിസ്തു എൻ്റെ ജീവിതത്തിൽ കേന്ദ്രമാകുമ്പോൾ, ജീവിതത്തിൻ്റെ കേന്ദ്രമാകുമ്പോൾ അവിടെ ഞാൻ ദൈവഭയമുള്ള ആൾ. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രമാണിക്കുന്നയാളും. അങ്ങനെ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രശംസനീയനായി, ദൈവത്തിൻ്റെ മുമ്പിൽ. നമ്മൾ പ്രവർത്തിക്കുന്ന വീട്ടിലോ ഏതിടങ്ങളിലായിരുന്നാലും അവർ സ്വീകാര്യരായി മാറും എന്നുള്ളത്
ദൈവഭയത്തിൽ ജീവിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭയത്തിൽ ജീവിക്കേണ്ട നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ പ്രസക്തി നമ്മളുടെ സാധാരണ ജീവിതത്തിൽ എങ്ങനെ നമുക്ക് പ്രായോഗികമാക്കി തീർക്കാം എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം എത്രയോ ഉദാഹരണങ്ങളാണ് ക്രൂശിൻ്റെ അർത്ഥവും അതിൻ്റെ പ്രസക്തിയും. ഈ പീഠാനുഭവവാരത്തിൽ നമ്മൾ വീണ്ടും വീണ്ടും അയവിറക്കുമ്പോൾ എങ്ങനെ യേശുക്രിസ്തുവിന് കാൽവറിയിൽ കിടന്നുകൊണ്ട്, ക്രൂശിന്മേൽ കിടന്നുകൊണ്ട്, കർത്താവേ ഇവർ ചെയ്യുന്ന പാപം ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ അവൻ അറിവില്ലാതെ ചെയ്യുന്നതാണ്. ആ പാപം അവരോട് അവരിന്മേൽ നിർത്തരുതേ, അവരോട് പൊറുക്കണം എന്ന് എങ്ങനെ യേശുക്രിസ്തുവിന് പ്രാർത്ഥിക്കാൻ കഴിയും? അവിടെയാണ് ക്രൂശിലെ സ്നേഹം ഏറ്റവും അധികം, പരിത്യാഗത്തിൽ പോകുന്ന സ്നേഹം ഏറ്റവും അധികം പരീക്ഷിക്കപ്പെടുന്ന നിമിഷമാണ് അവൻ ക്രൂശീകരിക്കപ്പെടുന്ന നിമിഷം. അത് ഈ ക്രൂശിലെ അതിൻ്റെ പ്രകാശനം അവിടെ മാത്രമല്ല, നമ്മൾ വ്യാപരിക്കുന്ന തലങ്ങളിലെല്ലാം ഉണ്ടാവുകയായി. ഒരുപാട് നന്മ ചെയ്യുന്നു. നമ്മളുടെ സമയം, നമ്മളുടെ അധ്വാനം, നമ്മളുടെ ബുദ്ധി ഒന്നും നോക്കാതെ ധാരാളമായി ഉപകാരങ്ങൾ ചെയ്ത മനുഷ്യർ, അവനെത്ര നമ്മളിന്ന് വായിച്ച ഭാഗത്താണെന്നാണ് എൻ്റെ ഓർമ്മ. അവരെ സൗഖ്യമാക്കുന്നവർ 3-3.5 വർഷക്കാലം എത്രയോ പേരെ സൗഖ്യമാക്കി, എത്രയോ പേരുടെ ജീവിതത്തിലേക്ക് അവൻ പ്രവേശിച്ച് അവരുടെ ജീവിതത്തെ ധന്യമാക്കി. അവരെ ക്രൂശിക്കുക എന്ന് പറയുന്നവരുടെ ഇടയിൽ അവനിൽ നിന്ന് സൗഖ്യവും ക്ഷേമവും അനുഗ്രഹങ്ങളും പ്രാപിച്ച ആളുകളും ഉണ്ടായിരുന്നുവെന്നാണ് പിതാക്കന്മാർ നമ്മളോട് പറയുന്നത്. പ്രാർത്ഥനയിലുള്ളതാണ്. അവരെ ക്രൂശിക്കുക എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ അവനിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചവരുമുണ്ടായിരുന്നു, അനുഗ്രഹം സ്വീകരിച്ചവരുമുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അത്തരം നിമിഷങ്ങളിലാണ് കർത്താവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായാൽ ഇവരോട് പൊറുക്കണമേ, ക്ഷമിക്കണമേ എന്ന് പറയുവാനുള്ള ആ ക്രൂശിൻ്റെ മഹത്വം നമുക്ക് കാണാൻ നമ്മളുടെ ജീവിതത്തിൽ സാധിക്കുന്നു. ഇതിന് ആന്തരിക ലയം എന്ന് പറയും. ബാഹ്യമായ പ്രാതികൂല്യങ്ങളുടെ നടുവിലും നമ്മൾ ഉപകാരം ചെയ്ത, നമ്മളിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങളും സഹായങ്ങളും സ്വീകരിച്ചവർ നമ്മളെ തള്ളിപ്പറയുന്ന നിമിഷങ്ങളിലും നമ്മൾ ഒരു കാരണവശാലും ആന്തരികമായി അസമാധാനത്തിലോ അസന്തുലമായ ഒരു ഹൃദയം, താളം തെറ്റിയ ഹൃദയത്തിന് താളം തെറ്റിപ്പോകും, മാനസികമായ താളം തെറ്റിപ്പോകും. The equilibrium of the mind, the balance of the mind is disturbed. Normally it happens in a person who does always good for others in their life. അവിടെയാണ് ഏറ്റവും അധികം പ്രലോഭനങ്ങൾ കാണുന്നത്. അതാണ് ക്രൂശ്. ക്രൂശിൻ്റെ അർത്ഥം അതാണ്. അവിടെയാണ് ആന്തരമായ ഒരു ലയമുണ്ട്. അത് ഡിസ്റ്റർബ്ഡ് ആകുന്നില്ല, അതിന് മാറ്റമുണ്ടാകുന്നില്ല. ആ മാറ്റമുണ്ടാകാൻ കഴിയാത്ത വിധം ഉദാത്തമായി, ഉത്കൃഷ്ടമായി അതിലൊക്കെ ഉയർന്നു നിൽക്കുന്ന ക്ഷമയുടെയും സഹനത്തിൻ്റെയും ഭാവം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ സ്നേഹിക്കുന്ന ഭർത്താവിൽ നിന്ന് എങ്കിലും എത്ര നാളായി എൻ്റെ അച്ചായൻ അങ്ങനെ പറയുമെന്ന് ഞാൻ ചെയ്യുമെന്ന് ഞാൻ ഉണ്ടാവും ഉണ്ടാതിരിക്കുന്നേ, എന്നാലും അവൾ എന്നോട് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും ഉണ്ടോ? നിങ്ങളാണ് പറഞ്ഞത്, ഞാനല്ല. അല്ല, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഒരു 50 വർഷം ജീവിച്ചു കഴിഞ്ഞിരിക്കുന്ന
മക്കൾ കൊച്ചുമക്കളുമായ ഭാര്യയും ഭർത്താവും മാത്രം ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ 50 വർഷം കനകജൂബിലി, വിവാഹത്തിന് കനകജൂബിലി കഴിഞ്ഞിരിക്കുന്ന, ഗോൾഡൻ ജൂബിലി കഴിഞ്ഞിരിക്കുന്ന ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറയാം, എന്നാലും അച്ഛൻ അങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അൺബെയറബിൾ, അൺപ്രഡിക്റ്റബിൾ, സച്ച് ഈസ് ലൈഫ്. ഒരു ജീവിത പങ്കാളി പോലും അങ്ങനെ പറയുമെന്ന്, അങ്ങനെ പ്രവർത്തിക്കുമെന്ന്, അങ്ങനെയുള്ള ഒരു മനുഷ്യ പ്രകൃതിയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? പരിത്യാഗത്തിൽ കുതിർന്ന സേവനത്തിൽ, സ്നേഹത്തിൽ, പരിത്യാഗത്തിൽ കുതിർന്ന സ്നേഹത്തിൽ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ, അല്ല അവരുടെ ആ സ്നേഹത്തിന് നേരെ വിപരീതമായി, സേവനങ്ങൾക്ക് വിപരീതമായി പ്രതികരിക്കുന്ന സന്ദർഭങ്ങളിൽ പോലും നമ്മളുടെ ആന്തരിക ലയം, ആന്തരികമായ സമതുലനത യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ തന്നെ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ യേശുക്രിസ്തുവിനെ പോലെ നമുക്ക് കഴിയുമ്പോഴാണ് ക്രൂശിൻ്റെ സ്നേഹത്തിൻ്റെ അർത്ഥം പ്രായോഗികമായ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് നിലനിർത്താൻ കഴിയുന്നതും. അതുണ്ടാക്കി തരുന്ന അനുഗ്രഹം വളരെ ശ്രേഷ്ഠമാണ്, ഒരിക്കലും മറന്നുപോകരുത്. അപ്പോഴാണ് നമ്മളുടെ ജീവിതത്തിന് അർത്ഥം നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ മാത്രമാണ് യേശുക്രിസ്തു എനിക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്നവനാണെന്ന് എനിക്ക് പ്രായോഗികമായി തിരിച്ചറിയാൻ സാധിക്കും. So God is so great to me. My Lord, my Christ is so great to me എന്ന് പറയാൻ എപ്പോഴാണ് സാധിക്കുന്നത്? ചോദ്യം. എത്ര നമ്മൾ നന്മ ചെയ്തിട്ടും അതിന് വിരുദ്ധമായി പ്രതികരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സമതുലന തെറ്റാതെ, ബാലൻസ് വിടാതെ യേശുക്രിസ്തുവിൽ പൂർണ്ണമായി ആശ്രയിച്ച് അവൻ്റെ ക്രൂശിനെ നമ്മൾ ആഞ്ഞു പിടിച്ചതോടെ നെഞ്ചോട് ചേർത്ത് നിർത്തുമ്പോൾ അവൻ്റെ തലോടലും അവൻ്റെ അനുഗ്രഹങ്ങളും മറ്റെല്ലാ സ്നേഹത്തെക്കാളും, മറ്റെല്ലാ അനുഗ്രഹകരമായ പ്രതിസ്പന്ദനങ്ങളെക്കാളും ഉപരിയായ സ്നേഹമായി നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിൽ എല്ലാവരും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ സന്ധ്യയിലെ വാക്കുകൾ